Hi everyone, I am Gopika AS here, Assistant Professor, Department of Civil Engineering, Sri Narayana Institute of Technology, Adu, and we are dealing with basic civil engineering. So in the previous classes, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷനെ കുറിച്ച്. അതായത് ഒരു ബിൽഡിങ്ങിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, സബ്സ്ട്രക്ചർ എന്നും സൂപ്പർ സ്ട്രക്ചർ എന്നും. അതിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സബ്സ്ട്രക്ചറിനകത്താണ് വരുന്നത്. ഫൗണ്ടേഷൻ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ഫൗണ്ടേഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ട്രാൻസ്മിറ്റ് ദ ലോഡ്സ് ഫ്രം സൂപ്പർ സ്ട്രക്ചർ ടു ദി ഗ്രൗണ്ട്. എന്തൊക്കെയാണ് ഫൗണ്ടേഷൻ്റെ പർപ്പസ് എന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ്. അതായത് നമുക്കിപ്പോൾ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡ്സിനെ നമ്മളൊരു ലാർജ് ഏരിയയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ ഈ ലോഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അതായത് ബേസിൽ വരുന്ന ലോഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിലിനേക്കാളും എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. സോ അങ്ങനെ വരുമ്പോഴത്തേന് എന്തായിരിക്കും, യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് നമുക്ക് ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് സഹായിക്കുന്നത് ഫൗണ്ടേഷനാണ്. രണ്ടെന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഓഫ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്. അതായത് ഒരുപാട് നോൺ യൂണിഫോം ലോഡ്സ് ആണ് സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്നത്. അതിനെ സബ്സോയിലേക്ക് പ്രോപ്പറായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ റെഡ്യൂസ് ആവും. സേഫ്റ്റി എഗൻസ്റ്റ് സ്ലൈഡിങ് ആൻഡ് ഓവർ ടേണിങ്. സോ അപ്പം സ്ലൈഡിങ്ങിനും ഓവർ ടേണിങ്ങിനും എഗൻസ്റ്റ് ആയിട്ട്, അതായത് ലാറ്ററൽ ലോഡ്സ് കാരണം ഉണ്ടാകാൻ ചാൻസ് ഉള്ള സ്ലൈഡിങ്ങിനും ഓവർ ടേണിങ്ങിനും എഗൻസ്റ്റ് ആയിട്ട് സഫിഷ്യൻറ്റ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഡെഡ് വെയിറ്റ് ആണ് സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തത് അണ്ടർമൈനിങ് എന്ന് പറഞ്ഞാൽ അതായത് വാട്ടറിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം ഈ എലി ഒക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ തുരങ്കം ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഹോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ അതിനെയാണ് സ്കവറിങ് അല്ലെങ്കിൽ അണ്ടർമൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നൊരു ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ്. ഫേം ആൻഡ് ലെവൽ സർഫസ്. ഫേം ആൻഡ് ലെവൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ കൺസ്ട്രക്ഷൻ ഏറ്റവും ഫേമും ലെവലും ആയിട്ടുള്ള സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. എന്താണ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എന്ന് നോക്കാം. നമ്മൾ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡിനെ നമ്മൾ ഫൈനലി ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് സോയിലിനകത്തോട്ടാണ്. അപ്പോൾ നമുക്ക് സോയിലിൻ്റെ സ്ട്രെങ്ത് ബിഹേവിയേഴ്സ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ, സ്ട്രെങ്തും അതിൻ്റെ ബിഹേവിയറും ഒക്കെ അറിഞ്ഞിരുന്നാലേ നമുക്കത് പ്രോപ്പറായിട്ട് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഒരു സോയിലിൻ്റെ സപ്പോർട്ടിംഗ് പവറാണ് വിത്തൗട്ട് ഫെയിലിയർ, അതിനെയാണ് നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലേറ്റ് ലോഡ് ടെസ്റ്റും സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റുമാണ്. ഇത് രണ്ട് ഫീൽഡ് ടെസ്റ്റാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് നെയിം ചെയ്താൽ മതി. കോമൺലി അഡോപ്റ്റഡ് മെത്തേഡ്സ് ടു ഡിറ്റർമിൻ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽസ് ആർ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ്. സോ നമുക്ക് ബിയറിംഗ് കപ്പാസിറ്റി എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് അറിയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് ദ സോയിൽ. ഒരു സോയിലിൻ്റെ പ്രോപ്പർട്ടി, അത് ഷുവർലി ആ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിരിക്കുക അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊഹഷൻ, ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ, ഡെൻസിറ്റി എന്നൊക്കെ പറയും. അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രണ്ടാമത്തെ അലോവബിൾ ആൻഡ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്. ആ സോയിലിനകത്ത് ഉണ്ടാകാൻ ചാൻസസ് ഉള്ള അലോവബിൾ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്. അലോവബിൾ ഡിഫറൻഷ്യൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ്റെ പല പാർട്ടിൽ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും സെറ്റിൽമെൻറ്റ് സംഭവിക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ, അവിടുത്തെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫൗണ്ടേഷൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതായത് ടൈപ്പ്, സൈസ്, ഷേപ്പ്, റിജിഡിറ്റി, അതൊക്കെ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിയറിംഗ് കപ്പാസിറ്റി ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ദ മിനിമം ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ദ ബേസ് ഓഫ് ഫൗണ്ടേഷൻ ദാറ്റ് സോയിൽ ഫെയിൽസ് ഇൻ ഷിയർ. ഏത് മിനിമം പ്രഷർ ഇൻറ്റൻസിറ്റിയിലാണോ ഫൗണ്ടേഷൻ്റെ ബേസ് ഷിയർ കാരണം ഫെയിലിയർ ആവുന്നത് അതിനെയാണ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ് നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം നെറ്റ് പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് വിച്ച് സോയിൽ ഫെയിൽസ് ഇൻ
ഷിയർ. ഇത് മിനിമം നെറ്റ് പ്രഷർ ഇൻറ്റൻസിറ്റി ആണ് സോയിൽ ഷിയർ ഫെയിലിയർ ആവുന്നത്. അത് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, QF is equal to QNF plus gamma D. അതിൽ ഗാമ ഡി എന്ന് പറഞ്ഞാൽ ഓവർബർഡൻ പ്രഷറാണ്. ഗാമ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ലൈങ് എബവ് ദ ഫൗണ്ടേഷൻ ആൻഡ് ഡി ഈസ് ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. പിന്നുള്ളതാണ് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. ഈ സാധാരണ യൂസ് ചെയ്യുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 2 to 5 ആണ്. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഡിസൈൻ കൺസിഡറേഷൻസിന് വേണ്ടിയിട്ടാണെങ്കിലും സാധാരണ എടുക്കുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 മുതൽ 5 വരെ. അപ്പം ഇത് മാത്രമല്ല, ഒരുപാട് പ്രഷർ ഇൻറ്റൻസിറ്റീസ് വേറെയും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി, നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ആൻഡ് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. ഇനി അലൗബിൾ ബെയറിംഗ് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈനിലേക്കൊക്കെ പോകുമ്പോൾ കുറേ ടേംസ് എക്സ്ട്രാ വരുന്നുണ്ട്. ശരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് സോയിലും അതിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയുടെ ഒരു റേഞ്ചാണ്. ഇപ്പോൾ സോഫ്റ്റ് റോക്ക് ആണെങ്കിൽ 450 kN/m² ആയിരിക്കും അതിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. ഗ്രാവൺ ആണെങ്കിൽ 250 to 450 kN/m². സാൻഡ് ആണെങ്കിൽ 150 to 250 kN/m². ക്ലേ ആണെങ്കിൽ 100 to 150 kN/m². ഇത് ഇതിൻ്റെ സാധാരണ റേഞ്ചാണ്. ഈ സെക്ഷനകത്ത് നമ്മൾ മെയിനായിട്ടും പറഞ്ഞത് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻ എന്താണ്, പിന്നെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബെയറിംഗ് കപ്പാസിറ്റി എന്താണ്. ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സപ്പോർട്ടിംഗ് പവർ ഓഫ് ദ സോയിൽ വിത്തൗട്ട് ഫെയിലിയർ ഇല്ലാതെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സോയിലിൻ്റെ ആ സപ്പോർട്ടിംഗ് പവറിനെയാണ് നമ്മൾ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ബെയറിംഗ് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെയറിംഗ് കപ്പാസിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഐ ഹോപ്പ് യു understand this session. Keep listening and study. Stay at home. Be safe. Thank you.